നാടൻ രുചിയിലുള്ള തേങ്ങാച്ചോറ് ഒട്ടും കട്ട പിടിക്കാതെ നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുക്കറിൽ നമ്മൾ തേങ്ങാച്ചോറ് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു അരിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ തേങ്ങാച്ചോറ് വെക്കാൻ എടുക്കുന്നത് ഡബിൾ പുഴുക്ക് മട്ടരിയാണ് കേട്ടോ. അതായത് നമ്മൾ ചോറൊക്കെ വെക്കുന്ന കുറച്ച് വേവ് കൂടിയിട്ടുള്ള മട്ടരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ ഇതിലേക്കുള്ള വെള്ളം കണക്കാക്കുന്നത്. 250 ml കപ്പാണ് കേട്ടോ ഇത്. ഇനി ഈ ഒരു അരി നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകി അവിടെ ഊറ്റി മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ കുക്കർ എടുത്തിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 5.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കാൻ ഇരട്ടി വെള്ളമല്ലേ എടുക്കുക. അപ്പോൾ ഇരട്ടി വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പും കൂടെ വേണം കേട്ടോ ഈ ഒരു മട്ടരി വെന്ത് കിട്ടാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം എടുക്കാം. പിന്നെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ ഒരു ചോറ് വെന്ത് വരുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 1.5 ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കനം കുറച്ചിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ നമുക്ക് തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ടും വിസിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷം വേണം കേട്ടോ കുക്കർ തുറക്കാൻ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷം കുക്കർ തുറന്നാൽ നമുക്ക് വെള്ളമൊക്കെ പാകമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങാച്ചോറ് കിട്ടും. ഇനി ഇത് ഈ കുക്കറിൽ തന്നെ വെക്കരുത് കേട്ടോ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ കണ്ടല്ലോ, ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ വേവൊന്നും കൂടാതെ നല്ല പാകത്തെ വേവിലുള്ള തേങ്ങാച്ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി എടുക്കുമ്പോൾ ഞാൻ ഈ ഒരു മട്ടരിയുടെ വെള്ളത്തിൻ്റെ അളവും വേവിൻ്റെ സമയവുമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേറെ അരിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ സാധാരണ വെള്ള അരി പുഴുക്കലരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു മട്ടരി നല്ല വേവുള്ള മട്ടരി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവും അതുപോലെ വേവുന്നതിൻ്റെ സമയമൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല നാടൻ രുചിയിലുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്